പേജ് നമ്പർ 14 രണ്ട് ക്വസ്റ്റ്യൻസാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ പ്രൈസ് ഓഫ് 4 pens and 3 pencils is 66 rupees. The price of 7 pens and 3 pencils is 111 rupees. What is the price of a pen? The price of a pencil. ഇതാണ് നമ്മൾ ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ ഇത് നോക്കാം. പ്രൈസ് ഓഫ് 4 pens. നമ്മൾ ആദ്യം തന്നെ ചെറിയൊരു സൈഡിലൊരു വർക്ക് ചെയ്യുക. പെന്നിൻ്റെയും പെൻസിലിൻ്റെയും ഓരോ പെന്നിൻ്റെയും പെൻസിലിൻ്റെയും വില നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ പെന്ന്, പെൻസിൽ, ടോട്ടൽ ഇങ്ങനെ 3 കള്ളികളിൽ ചെയ്യുക. അപ്പം പെന്നിൻ്റെ വില നമ്മൾ എന്താക്കി എടുക്കുകയാണ്? എക്സ് ആക്കി എടുക്കുക. നമുക്കറിയില്ല. പെൻസിലിൻ്റെ വില, ഒരു പെന്നിൻ്റെ വില എക്സ്, ഒരു പെൻസിലിൻ്റെ വില വൈ ആക്കി എടുക്കുക. അപ്പം ഇവിടെ തന്നിരിക്കുന്നത് 4 പെന്നിനാണ്. 4 പെന്നിനും അപ്പം 4 pens ആൻഡ് 3 pencils, 3 പെൻസിൽസിനും കൂടി 66 rupees-ആയി. ഇതാണ് ഒന്നാമത്തത് ഇക്വേഷനിലേക്ക് നോക്കേണ്ട സെൻറ്റൻസ്. ഇനി അടുത്തത് 7 പെന്നിനും 3 പെൻസിലിനും കൂടി 111 rupees-ആയി. ഇങ്ങനെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഇതേപോലെ ഒരു കള്ളി നിങ്ങളുടെ വർക്കിംഗ് കോളത്തിൽ ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇക്വേഷൻ എഴുതാൻ ഈസിയായി. അപ്പോൾ ഒരു പെന്നിന് എക്സ് റുപ്പീസ്. അപ്പോൾ 4 പെന്നിന് എന്തായിരിക്കും വില? ഒരു പെന്നിന് 2 രൂപയാണെങ്കിൽ 4 പെന്നിന് 4 ഗുണം 2 8 എന്നാണ് അല്ലേ. അപ്പോൾ ഒരു പെന്നിന് എക്സ് രൂപയാകുമ്പം 4 പെന്നിന് 4x rupees. ഒരു പെൻസിലിന് y rupees ആകുമ്പം 3 പെൻസിലിന് 3y. അങ്ങനെ നമ്മൾ ഫസ്റ്റത്തെ ഇക്വേഷൻ എഴുതാൻ പോവാണ്. അതിന് മുൻപ് ഇത് വർക്കിംഗ് കോളത്തിലാണ്. അപ്പോൾ അതിന് മുൻപ് നമ്മൾ ലെറ്റ് എക്സ് ബി ദ പ്രൈസ് ഓഫ് എ പെൻ ആൻഡ് വൈ ബി ദ പ്രൈസ് ഓഫ് എ പെൻസിൽ എഴുതണം. അപ്പോൾ നമ്മളിത് രണ്ടും എഴുതി. എക്സ് ബി ദ പ്രൈസ് ഓഫ് എ പെന്നും വൈ ബി ദ പ്രൈസ് ഓഫ് എ പെൻസിലും. ഇനി നമുക്ക് ഇക്വേഷൻ എഴുതാം. X രൂപ. അപ്പോൾ 4 പെന്നിനും കൂടി 4x പ്ലസ് ഒരു പെൻസിലിന് y രൂപ. അപ്പം 3 പെൻസിലിന് 3y ഈക്വൽ ടു 66. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക. ഓക്കെ. ഇനി അടുത്തത് ഒരു പെന്നിന് x രൂപ. അപ്പോൾ 7 പെന്നിന് 7x rupees. ഒരു പെൻസിലിന് y രൂപ, 3y അല്ലേ. 3 പെൻസിലിന് 3y ഈക്വൽ ടു 111. ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുക. ഇനി നമ്മൾ ഈ ഇക്വേഷൻസ് നോക്കുക. എക്സും വൈയും സോൾവ് ചെയ്യാണ് വേണ്ടത്. എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ കാണാനാണ് ചെയ്യേണ്ടത്. അതിന് എക്സും വൈയും ഒരുമിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒന്നിൻ്റെ വില കിട്ടില്ല. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ സെയിം വേരിയബിൾ ഉള്ളതിന് ഒഴിവാക്കുക. അപ്പോൾ നോക്കൂ, കോഎഫിഷ്യൻ്റ് വൈൻ്റെ കൂടെ ഉള്ളത് 3y, ഇവിടെയും 3y. അപ്പോൾ 3y മൈനസ് 3y, ഈ ഇക്വേഷൻ 1ഉം 2ഉം മൈനസ് ചെയ്യുകയാണെങ്കിൽ 3y മൈനസ് 3y എന്ന് വരും. അതെന്തായി പോകും? 0 ആയി മാറും. അപ്പോൾ നമ്മളിവിടെ ഇക്വേഷൻ 2, ഇവിടെ ഇക്വേഷനാണ് വലുത് അല്ലേ. 2 ആണ് വലുത്. 111 ഉണ്ട്, 7x ഉണ്ട്. അതിനാൽ ഇക്വേഷൻ 2വിൽ നിന്ന് ഇക്വേഷൻ 1 മൈനസ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇക്വേഷൻ 2വിൽ നിന്ന് ഇക്വേഷൻ 1 മൈനസ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ മൈനസ് ചെയ്യാണ്. 7xൽ നിന്ന് 4x മൈനസ് ചെയ്താൽ 3x. ഇത് 3y മൈനസ് 3y 0 ആയിപ്പോയി. 111 ആണ് 65 മൈനസ് ചെയ്താൽ 45. ഇനി 3x ഈക്വൽ ടു 45 വന്നു. അപ്പോൾ എക്സ് ഈക്വൽ ടു എന്ത് വന്നു? 45 ഡിവൈഡഡ് ബൈ 3. എക്സ് ഈക്വൽ ടു 15. അപ്പോൾ എക്സിൻ്റെ വില കിട്ടി. എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പെന്നിൻ്റെ വിലയാണ് എടുത്തത്. അപ്പോൾ എക്സിൻ്റെ വില എത്ര കിട്ടി? 15 എന്ന് കിട്ടി. ഇനി എക്സ് ഈക്വൽ ടു 15 എന്നുള്ളത് ഇക്വേഷൻ 1ലോ 2വിലോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഞാനിവിടെ 66ഉം 4ഒക്കെ ചെറുതല്ലേ. അപ്പം ഇക്വേഷൻ 1ലാണ് കൊടുക്കുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് x equal to 15 in equation 1. ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഇക്വേഷൻ 1 അതാണ് 4x പ്ലസ് 3y ഈക്വൽ ടു 66 എന്നുള്ളതാണ് ഇക്വേഷൻ 1. ഇവിടെ എക്സ് കാണുന്ന സ്ഥലത്ത് ഇവിടെ 4 ഇൻറ്റു എക്സ് ആണ്. അപ്പോൾ 4 ഇൻറ്റു ഈ എക്സ് കാണുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് കൊടുത്തെഴുതും? 15 കൊടുത്തെഴുതും. അപ്പോൾ എഴുതി നോക്കാം. 4 ഇൻറ്റു 15 പ്ലസ് 3y ഈക്വൽ ടു 66. 4 ഇൻറ്റു 15 എന്ത് വരും? 60 വരും. 60 പ്ലസ് 3y ഈക്വൽ ടു 66. 3y ഈക്വൽ ടു 66 മൈനസ് 60. 3y ഈക്വൽ ടു 6 എന്ന് വരും. ഓക്കെ. അപ്പം y ഈക്വൽ ടു എന്ത് വരും? 6/6
3, y ഈക്വൽ ടു 2. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വിലയും കിട്ടി, വൈൻ്റെ വിലയും കിട്ടി. ആൻസർ ലാസ്റ്റ് എഴുതാണ്. പ്രൈസ് ഓഫ് എ പെൻ. പ്രൈസ് ഓഫ് എ പെൻ, എക്സ് അല്ലേ പെന്നിൻ്റെ വാല്യൂ എടുത്തത്, ഈക്വൽ ടു 15. പ്രൈസ് ഓഫ് പെൻസിലോ, പ്രൈസ് ഓഫ് എ പെൻസിൽ, പ്രൈസ് ഓഫ് എ പെൻസിൽ ഈക്വൽ ടു 2. ഓക്കെ, നമ്മൾ ആൻസർ ഇവിടെ. അപ്പം നമ്മൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാണ്. പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 26 സെൻറ്റിമീറ്റർ. അനദർ റെക്റ്റാങ്കിൾ വിത്ത് ട്വൈസ് ദ ലെങ്ത് ആൻഡ് ത്രൈസ് ദ ബ്രെഡ്ത്ത് ഹാസ് പെരിമീറ്റർ 62 സെൻറ്റിമീറ്റർ. വാട്ട് ആർ ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ ഫസ്റ്റ് റെക്റ്റാങ്കിൾ? അപ്പം ക്വസ്റ്റ്യൻ വായിച്ചതിനകത്ത് നമുക്ക് മനസ്സിലാകും, നമുക്ക് ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ തന്നിട്ടുണ്ട് 26 സെൻറ്റിമീറ്റർ എന്ന്. ഈ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തിൻ്റെ 2 ടൈംസ്, അതായത് ഈ ലെങ്ത് എത്രയാണോ അതിൻ്റെ 2 മടങ്ങ് 2 ടൈംസ് ഉള്ള മറ്റൊരു റെക്റ്റാങ്കിൾ, അതേപോലെ ബ്രെഡ്ത്ത് 3 ടൈംസ് ഉള്ള ഒരു മറ്റൊരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എത്രയാണ് തന്നിട്ടുണ്ട്? 62 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഈ ഫസ്റ്റത്തെ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തുമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? നമുക്കറിയില്ല ഫസ്റ്റത്തെ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന്. അറിയാത്തതുകൊണ്ട് നമ്മൾ അത് എന്താക്കി എടുക്കുകയാണ്? എക്സ് ആക്കി എടുക്കുകയാണ്. ഇനി ഇതിൻ്റെ ബ്രെഡ്ത്ത് നമുക്കറിയില്ല, അപ്പോൾ അതെന്താക്കി എടുക്കുന്നു? വൈ ആക്കി എടുക്കുന്നു. എക്സ് ആണ് ലെങ്ത്ത് എങ്കിൽ പുതിയ റെക്റ്റാങ്കിൾ ഇതിൻ്റെ 2 ടൈംസ് ആണ് അല്ലേ, ഇരട്ടിയാണ്. അതായത് ഇവിടെ 2x ആയിരിക്കും ലെങ്ത്ത്. ഇനി വൈ ആണ് ബ്രെഡ്ത്ത് എങ്കിൽ ഇതിൻ്റെ വൈ എന്തായിരിക്കും? ഇതിൻ്റെ ബ്രെഡ്ത്ത് എന്തായിരിക്കും? 3 ടൈംസ് ആണ്. ഈ ഒറിജിനൽ റെക്റ്റാങ്കിളിൻ്റെ ബ്രെഡ്ത്തിൻ്റെ 3 ടൈംസ് ആണ്. അപ്പോൾ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ പെരിമീറ്റർ 62. അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഈ ഒറിജിനൽ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തുമാണ്. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇത് റഫ് ഫിഗറാണ്. അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ലെങ്ത്ത്, ബ്രെഡ്ത്ത്, പെരിമീറ്റർ എന്നുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. ഇനി പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല അറിയില്ലേ? പെരിമീറ്റർ കണ്ടുപിടിക്കാൻ 2 × ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ് ഫോർമുല അല്ലേ? അതും എല്ലാവർക്കും അറിയാം, നമ്മൾ 5th സ്റ്റാൻഡേർഡിൽ പഠിച്ചു തുടങ്ങുന്നതാണ്. 4th പഠിക്കുന്നതാണ് പെരിമീറ്റർ ഓഫ് ദ റെക്റ്റാങ്കിൾ. അപ്പം 2 × ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ് അതിൻ്റെ ഫോർമുല. അപ്പോൾ നമുക്ക് ഈ ചോദ്യം ചെയ്യാം. അപ്പോൾ നമ്മൾ ലെങ്ത്ത്, ബ്രെഡ്ത്ത്, പെരിമീറ്റർ വർക്കിംഗ് കോളത്തിൽ ഇങ്ങനെ 3 കള്ളി നോക്കുക. അപ്പം ഫസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് നമ്മൾ എക്സ് ആക്കി എടുത്തു, രണ്ടാമത്തെ ബ്രെഡ്ത്ത് വൈ ആക്കി എടുത്തു. അതിൻ്റെ പെരിമീറ്റർ തന്നിരിക്കുന്നത് 26 സെൻറ്റിമീറ്റർ എന്നാണ്. അതേപോലെ രണ്ടാമത്തെ റെക്റ്റാങ്കിളിൻ്റെത് ഈ ലെങ്ത്ത് എത്രയാണോ അതിൻ്റെ 2 ടൈംസ് ആണ്. ഇതിൻ്റെ ബ്രെഡ്ത്ത് എത്രയാണോ അതിൻ്റെ 3 ടൈംസ് ആണ്. ഇവിടെ പെരിമീറ്റർ ആണെങ്കിലോ 62 സെൻറ്റിമീറ്റർ. 62 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഉണ്ടാക്കാം. അത് തന്നെ നമ്മൾ എഴുതുക. അപ്പോൾ നമുക്ക് ഇതൊക്കെ അറിയാം. ലെറ്റ് എക്സ് ബി ദ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എഴുതിയെന്നുള്ളൂ. അപ്പോൾ നോക്കാം. എക്സ് ഫസ്റ്റത്തെ ഇക്വേഷൻ നമുക്ക് പെരിമീറ്റർ ഓഫ് ദ റെക്റ്റാങ്കിൾ അറിയാം. 2 × ലെങ്ത്ത് എത്രയാണ്? എക്സ് ആണ് പ്ലസ് ബ്രെഡ്ത്ത് വൈ ആണ് ഈക്വൽ ടു പെരിമീറ്റർ 26 തന്നിട്ടുണ്ട്. ഓക്കെ, കിട്ടി. ഈ 2നെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള 2നും കൊടുക്കണം. അപ്പം 2x പ്ലസ് 2y ഈക്വൽ ടു 26 കിട്ടി. ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഇനി അടുത്ത അടുത്ത റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ ആ ഇക്വേഷൻ എന്ന് എഴുതാം. 2 × ലെങ്ത്ത് എന്തായിരുന്നു? എക്സ് അല്ല 2x ആണ് പുതിയ റെക്റ്റാങ്കിളിൻ്റെത്, പ്ലസ് y 3y ആയി മാറും അല്ലേ? പുതിയത് 3 ടൈംസ് അല്ലേ? അപ്പോൾ 3y ഈക്വൽ ടു 62. ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ കൊടുക്കണ്ട, 62 എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ 2നെ ഇപ്പുറത്തെ സൈഡിലേക്ക് എടുക്കുക. അപ്പോൾ ഇവിടെ എന്തുണ്ടാവും? 2x പ്ലസ് 3y ഈക്വൽ ടു 62/2 എന്ന് വരും. അതായത് 2x പ്ലസ് 3y ഈക്വൽ ടു 31 എന്ന് വന്നു. ഓക്കെ, അതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുക. അപ്പോൾ ഈ 1ഉം 2ഉം നോക്കുക. 2x അല്ലേ? രണ്ടും ഒരേപോലെ വന്നിട്ടുണ്ട്. ഇക്വേഷൻ 1ലും ഇക്വേഷൻ 2ലും 2x സെയിം ആണ്. അപ്പോൾ
ഇത്തിരി കൂടി വലിയ ഇക്വേഷൻ ഇവിടെ 31 ഇവിടെ 3y ഒക്കെ വന്നതുകൊണ്ട് ഇക്വേഷൻ നമ്പർ 2 ആണ് വലുത്. അപ്പോൾ ഞാനിവിടെ ഇക്വേഷൻ 2-ൽ നിന്ന് ഇക്വേഷൻ 1 മൈനസ് ചെയ്യാണ്. ഓക്കെ, ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1, ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1 ചെയ്യാണ്. അപ്പോൾ 2x മൈനസ് 2x എന്തായി 0 ആയി മാറി. 3y മൈനസ് 2y എന്ത് വന്നു y ഈക്വൽ ടു 31 മൈനസ് 26 5. അപ്പം y ഈക്വൽ ടു എന്ത് വന്നു 5 എന്ന് വന്നു. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് y ഈക്വൽ ടു 5 ഇൻ ഇക്വേഷൻ നമ്പർ 1. y ഈക്വൽ ടു 5 ഇൻ 1 കൊടുക്കുക. അപ്പം 2x പ്ലസ് 2 ഇൻറ്റു 5 ഈക്വൽ ടു 26. 2x പ്ലസ് 10 ഈക്വൽ ടു 26. 2x ഈക്വൽ ടു 26 മൈനസ് 10. 2x ഈക്വൽ ടു 16. x ഈക്വൽ ടു 16/2 ഈക്വൽ ടു 8. x ഈക്വൽ ടു എന്ത് വന്നു 8. അപ്പോൾ നമ്മളെ ലെങ്ത്ത് 8 ബ്രെഡ്ത്ത് 5. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു.